രാത്രികാലത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ആകാശത്ത് കാണപ്പെടുന്ന ഗാലക്സികളിൽ ഒരു വലിയ ഗാലക്സി നമ്മുടെ ഭൂമിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്നൊരു ഫെയിൻ്റായിട്ട് കാണപ്പെട്ട ആ ഒരു വലിയ നക്ഷത്ര സമൂഹം അടുത്തടുത്ത് വരികയും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുമായിട്ട് കൂട്ടിയിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആകാശം എങ്ങനെയായിരിക്കും കാണുക? നമ്മുടെ ഭൂമി നിലനിൽക്കുമോ? ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല എങ്കിലും ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ആരാണ് കൂട്ടിയിടിക്ക് കാരണക്കാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ അയൽക്കാരനായിട്ടുള്ള ആൻഡ്രോമീഡ ഗാലക്സി. അതെ, നമ്മുടെ ലോക്കൽ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട വലിയ 2 ഗാലക്സികൾ ഹെഡ് ഓൺ കൊളിഷനിലാണ്. മിൽക്കി വേയും ആൻഡ്രോമീഡ ഗാലക്സിയും വരും കാലയളവിൽ കൂടുതൽ അടുത്തേക്ക് വരികയും ഒരു സമയം എത്തുമ്പോൾ കൂട്ടിയിടിച്ചുകൊണ്ട് ഒരു വലിയ ഈവൻ്റ് നടക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഇവ കൂട്ടിയിടിക്കുന്നത്? കൂട്ടിയിടിക്കാൻ എത്ര സമയമെടുക്കും? കൂട്ടിയിടിയുടെ അനന്തര ഫലം എന്താണ്? നമ്മുടെ ഭൂമി അതിനുശേഷം അതിജീവിക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പ്രപഞ്ചം എന്ന് പറയുന്നത് എൻറ്റയർലി മിൽക്കി വേ ഗാലക്സി ആണെന്നും അവിടെ കാണുന്ന നക്ഷത്രങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിലൊന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരെ നമ്മുടെ ശാസ്ത്രപരമായിട്ടുള്ള അറിവിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രാത്രി നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ആൻഡ്രോമീഡ ഗാലക്സി ഒക്കെ തന്നെ മിൽക്കി വേയുടെ ഭാഗമാണ്. അതൊരു ചെറിയ നക്ഷത്ര മേഘമാണ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ അടങ്ങിയ ചെറിയൊരു ഗ്രൂപ്പാണ് എന്നാണ് വിശ്വസിച്ച് വച്ചിരുന്നത്. പിന്നീട് ആ ധാരണയൊക്കെ മാറി. ഒരു നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത് തന്നെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങിയ വലിയൊരു രൂപമാണെന്നും അവിടെ സെൻറ്റർ ഭാഗത്ത് വളരെ വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് എന്നും അതുപോലത്തെ ട്രില്യൺ കണക്കിന് ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് എന്നും തിരിച്ചറിയാൻ ഇന്നത്തെ കാലത്ത് മനുഷ്യന് വളരെ ഈസി ആയിട്ട് സാധിച്ചു. പക്ഷേ പ്രശ്നം അതല്ല. മിൽക്കി വേ ഗാലക്സിക്ക് അടുത്ത് കാണപ്പെടുന്ന മിൽക്കി വേ ഗാലക്സിയേക്കാൾ വലിയ നക്ഷത്ര സമൂഹമായിട്ടുള്ള ആൻഡ്രോമീഡ ഗാലക്സിയിലേക്കുള്ള ദൂരം പരിശോധിക്കുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ 110 കിലോമീറ്റർ എന്നുള്ള നിരക്കിൽ അത് ഭൂമിയുടെ അരികിലേക്ക് അല്ലെങ്കിൽ മിൽക്കി വേയുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള കണ്ടെത്തൽ ശാസ്ത്ര സമൂഹത്തെ അമ്പരപ്പിക്കുകയാണ് ചെയ്തത്. ഗാലക്റ്റിക് കൊളിഷൻ എന്ന് പറയുന്ന സ്വാഭാവികമാണ്. നമ്മൾ പ്രപഞ്ചത്തിലുള്ള മറ്റ് ഗാലക്സികളെ നിരീക്ഷിക്കുമ്പോൾ ഏകദേശം 10 മുതൽ 25% ഗാലക്സികളും പരസ്പരം മെർജ് ചെയ്യുന്നതിനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. 1920-നും 1930-നും മധ്യേ നടന്ന പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനമായിട്ടുള്ള എഡ്വിൻ ഹബിളിൻ്റെ ഗാലക്സികൾ അകന്നു പോകുന്നു എന്നുള്ളൊരു നിരീക്ഷണം തന്നെ യൂണിവേഴ്സ് വികസിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് കണക്കാക്കുന്നു. അതിൽ തന്നെ അകന്നു പോകുന്ന ഗാലക്സികളിൽ നിന്ന് വരുന്ന പ്രകാശത്തിനുണ്ടാകുന്ന റെഡ് ഷിഫ്റ്റ് അവ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് അവയുടെ പ്രകാശം നമുക്കിടയിലുള്ള സ്പേസിലൂടെ വലിയുന്നതാണ്, അല്ലെങ്കിൽ അവയ്ക്ക് ചുവപ്പുമാറ്റം സംഭവിക്കുന്നതാണ് എന്ന് കണ്ടെത്തി. അതിന് കാരണം എന്ന് പറയുന്നത് ഡാർക്ക് എനർജി എന്ന് പറയുന്ന വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അൺഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ളൊരു എനർജിയാണെന്നും അത് ഗ്രാവിറ്റിയെ കൗണ്ടറാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുണ്ട് എന്നും കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ഇങ്ങനെയാണ് ഇവ പരസ്പരം കൂട്ടിമുട്ടുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ പിന്നീട് അങ്ങോട്ട് നിരന്തരം വരികയുണ്ടായി. സത്യത്തിൽ ആൻഡ്രോമീഡ ഗാലക്സിയും മിൽക്കി വേ ഗാലക്സിയും തമ്മിലുള്ള അകലം കണ്ടെത്താൻ ഏകദേശം 4ഓളം മാർഗ്ഗങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് സിഗ്നലുകളുടെ സ്വഭാവ സവിശേഷതകൾ പഠിക്കുക, ഒന്നിലധികമായിട്ട് പരസ്പരം ചുറ്റുന്ന ബൈനറി സ്റ്റാറുകൾ എക്ലിപ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്ന് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പഠിക്കുക, അതേപോലെ ആ ഗാലക്സിയിൽ തന്നെ കണ്ടെത്താവുന്നതിൽ ഏറ്റവും വലിയ ചുവന്ന ഭീമൻ നക്ഷത്രത്തിൻ്റെ തരംഗങ്ങളെ പഠിക്കുക തുടങ്ങിയ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകളിലൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ഏകദേശം ഒരു 25 ലക്ഷം പ്രകാശവർഷമാണ് ശരാശരി ആൻഡ്രോമീഡ ഗാലക്സിയിലേക്ക് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നുള്ള അകലം. അങ്ങനെ അകലം കണക്കാക്കുന്ന സമയത്തും സാധാരണ രീതിയിൽ ഗാലക്സികൾ അകന്നു പോകുമ്പോഴുള്ള ചുവപ്പ് മാറ്റമോ അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റോ മറ്റ് പ്രത്യേകതകളോ അല്ല, പകരം ബ്ലൂ ഷിഫ്റ്റാണ് സയൻറ്റിസ്റ്റുകൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ റെഡ് ഷിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്ലൂ ഷിഫ്റ്റ്. 2 സോഴ്സുകൾ അടുത്തടുത്ത് വരുമ്പോൾ അവയ്ക്കിടയിൽ പ്രകാശം സഞ്ചരിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിട്ട് കാണപ്പെടും. കാരണം അവയ്ക്കിടയിലുള്ള അകലം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ആ പ്രകാശം പുറത്തുവിടുന്ന സോഴ്സ് ഒബ്സർവറിൻ്റെ അടുത്തടുത്ത് വരുന്നു. അല്ലെങ്കിൽ നമ്മൾ മിൽക്കി വേയിലെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിരീക്ഷിക്കുമ്പോൾ ആൻഡ്രോമീഡ നമ്മളായിട്ടുള്ള നിരീക്ഷകനിലേക്ക് അടുത്ത് വരുന്നു എന്നതാണ് ബ്ലൂ ഷിഫ്റ്റ്, അല്ലെങ്കിൽ ആ പ്രകാശത്തിൻ്റെ നീലമാറ്റം നമുക്ക് ദർശിക്കാൻ കഴിയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് വളരെ വേഗം മിൽക്കി വേ ഗാലക്സി ആൻഡ്രോമീഡ ഗാലക്സിയുടെ അടുത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയത്. അതിൻ്റെ അർത്ഥം മിൽക്കി വേ ഗാലക്സി അനങ്ങാതെ നിൽക്കുകയും ആൻഡ്രോമീഡ ഗാലക്സി അടുത്തേക്ക് വരികയും ചെയ്യുന്നു എന്നുള്ളതല്ല. അവ പരസ്പരം ഒത്തുചേരാനായിട്ട്
അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ് അർത്ഥം. മിൽക്കി വേയേക്കാൾ വലിയ നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമീഡ എന്നുകൂടി മനസ്സിലാക്കുക. മിൽക്കി വേ ഗാലക്സിയിൽ ഏകദേശം 300 ബില്യൺ നക്ഷത്രങ്ങളുണ്ടെങ്കിൽ 1 ബില്യൺ ഈസ് ഈക്വൽ ടു 100 കോടി. ആൻഡ്രോമീഡ ഗാലക്സിയിൽ 1 ട്രില്യൺ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് കണക്ക്. മിൽക്കി വേയിൽ ഉള്ളതിൻ്റെ 3 ഇരട്ടി നക്ഷത്രങ്ങളാണ് ആൻഡ്രോമീഡയിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഒരു നക്ഷത്ര സമൂഹം എന്നതിനപ്പുറം മിൽക്കി വേ ഗാലക്സിയേക്കാൾ റേഡിയസും ഉണ്ട്. ഏകദേശം ഒരു 50,000 പ്രകാശവർഷം ആണ് റേഡിയസ് എങ്കിൽ ആൻഡ്രോമീഡ ഗാലക്സിയുടെ ചുറ്റുപാടുമുള്ള ഗ്യാസുകളും പൊടിപടലങ്ങളും ഹൈഡ്രജനും ഒക്കെ ചേർന്നുകൊണ്ട് ഏകദേശം മിൽക്കി വേയും ആൻഡ്രോമീഡയുടെയും ഇടയ്ക്കുള്ള ഇൻട്രസ്റ്റെല്ലർ സ്പേസിൻ്റെ പകുതിയോളം ആൻഡ്രോമീഡയുടെ പദാർത്ഥങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന ഒരു ഗ്രീൻ സോണിലാണ് ആൻഡ്രോമീഡ ഗാലക്സി കാണപ്പെടുന്നത്. നക്ഷത്ര സമൂഹങ്ങളെ പല സോണുകളായിട്ട് തിരിക്കാറുണ്ട്. ബ്ലൂ സോൺ, ഗ്രീൻ സോൺ, യെല്ലോ സോൺ, റെഡ് സോൺ. റെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാലക്സിയിൽ ഏകദേശം എല്ലാ പൊടിപടലങ്ങളും അല്ലെങ്കിൽ ഗ്യാസുകളും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് നക്ഷത്ര രൂപീകരണം നടന്ന് പിന്നീട് പൊടിപടലങ്ങളൊന്നുമില്ല, വലിയ വലിയ ഹെവി എലമെൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് അവിടെയുള്ള നക്ഷത്രങ്ങൾ പിന്നെ നശിച്ചു കഴിഞ്ഞാൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുള്ള റീജിയനെയാണ് റെഡ് സോണുകളായിട്ട് പരിഗണിക്കുന്നത്. ബ്ലൂ സോണുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇനിയും ഒരുപാട് റെമിനൻസുകളുണ്ട്. ഒരുപാട് ഹൈഡ്രജനും ഹീലിയവും അവിടെ ട്രിഗറിങ് കിട്ടുകയാണെങ്കിൽ പുതിയ നക്ഷത്രങ്ങൾ ഉദിച്ചു വരാനുള്ള സാധ്യതകളും ഒരുപാട് പൊടിപടലങ്ങളും നെബുലകളും നിറഞ്ഞ പ്രദേശത്തെയാണ് നമ്മൾ ബ്ലൂ സോണായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പെക്ട്രം പോലെ തന്നെയാണ്, അതിൻ്റെ മധ്യഭാഗത്താണല്ലോ ഗ്രീൻ വരുന്നത്. അപ്പോൾ ഒരു ആവറേജ് സൈസിലായിട്ട് നക്ഷത്രങ്ങൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആൻഡ്രോമീഡ ഗാലക്സി. ആൻഡ്രോമീഡ ഗാലക്സിയിൽ പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പല നക്ഷത്രങ്ങളും പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗ്രീൻ സോണിലാണ് ആൻഡ്രോമീഡ ഗാലക്സി കാണപ്പെടുന്നതെങ്കിലും 5 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമീഡ ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ പുതിയതായിട്ട് രൂപീകരിക്കപ്പെടാനുള്ള ശേഷി നഷ്ടപ്പെടും. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എത്ര സമയം കൊണ്ട് ഭൂമിയും ആൻഡ്രോമീഡയും പോട്ടെ, അത് ശരിയല്ല, മിൽക്കി വേയും ആൻഡ്രോമീഡയും കൂട്ടിയിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ബില്യൺ വർഷങ്ങളാണ്. ഏകദേശം ഇന്നത്തെ സമയത്ത് നിന്ന് 400 കോടി വർഷം കഴിയുമ്പോൾ ഈ ആൻഡ്രോമീഡ മിൽക്കി വേ കൊളിഷൻ നടക്കുകയും നമ്മൾ നോക്കുമ്പോൾ ആൻഡ്രോമീഡ നമ്മൾ അടുത്തടുത്തേക്ക് വന്ന് നമ്മുടെ നൈറ്റ് സ്കൈ മുഴുവൻ നിറഞ്ഞു നിന്നിട്ട് പരസ്പരം ഒരു വലിയ കൂട്ടിയിടി സംഭവിക്കുകയും ചെയ്യുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് പറയുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളും ആൻഡ്രോമീഡ ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളും അത്രത്തോളം വലുതും സ്ട്രോങ്ങുമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കുക, 1 ട്രില്യൺ സ്റ്റാർസിനെയും 300 ബില്യൺ സ്റ്റാർസിനെയും ഒക്കെ തന്നെ ഒരു സ്പൈറൽ ഷേപ്പിൽ പിടിച്ചു നിർത്തണമെങ്കിൽ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾ ആയിരിക്കണം അവിടെ കേന്ദ്രഭാഗത്തുണ്ടായിരിക്കുക. എങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ പ്രപഞ്ചത്തിൽ രൂപപ്പെട്ടത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷേ അവ ഒരുപാട് നക്ഷത്രങ്ങളെ പിടിച്ചു വച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഗാലക്സികൾ, ഭീമന്മാരായിട്ടുള്ള ഗാലക്സികളൊക്കെ തന്നെ ഇങ്ങനെയായി മാറിയത് മറ്റുള്ള കുഞ്ഞൻ ഗാലക്സികളെ വിഴുങ്ങിയാണ്. അവയുടെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ലോകരാജ്യങ്ങളിൽ കാണുന്ന പോലെ, ചില രാജ്യങ്ങൾ എക്സ്പാൻഷൻ ഇൻവേഷൻ നടത്തുന്ന പോലെ ഇവ സ്വന്തം ബ്ലാക്ക് ഹോളിൻ്റെ അധിനിവേശത്തിൽ അല്ലെങ്കിൽ സ്വന്തം ബ്ലാക്ക് ഹോളിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ സ്വാധീനത്തിൽ മറ്റ് കുഞ്ഞൻ ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും വലിച്ചടിപ്പിച്ച് തങ്ങളിലേക്ക് ഫോഴ്സ്ഫുള്ളി ചേർത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഗാലക്സികൾ അവലംബിക്കുന്നത്. അപ്പോൾ ആൻഡ്രോമീഡ ഗാലക്സിയിൽ ഇത്രത്തോളം പൊടിപടലങ്ങളും മറ്റും വരാൻ കാരണവും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും ഇത്രയും വലുതായി മാറാനും കാരണം ചുറ്റുപാടുമുള്ള മറ്റ് ഗാലക്സികളെ അവരുടെ സ്വന്തം സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുടെ സഹായത്തോടു കൂടി മിൽക്കി വേയും ആൻഡ്രോമീഡയും ഒക്കെ പിടിച്ചു പറിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ട് വലിയ വലിയ ഗാലക്സികളായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അവസാനത്തെ ഒരു സംഭവമായിരിക്കും ആൻഡ്രോമീഡയും മിൽക്കി വേയും തമ്മിൽ കൂടിച്ചേരുക. ഇതാണ് 4 ബില്യൺ വർഷം കഴിയുമ്പോൾ മിൽക്കി വേ ഗാലക്സിയുമായിട്ട് കൂടിച്ചേരും എന്നുള്ള തരത്തിൽ ഇവ രണ്ടും പരസ്പരം അടുക്കുന്നു എന്നുള്ള ഗവേഷണം 2012-ലെയും 2013-ലെയും നിരീക്ഷണത്തിലൂടെ പുറത്തു വരാനുള്ള കാരണം. എന്താണ് ഈ ഗാലക്റ്റിക് കൊളിഷൻ്റെ അനന്തരഫലം? എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായിട്ടും നമുക്കത് നിരീക്ഷിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹം അന്നൊരു പക്ഷേ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. കാരണം സൂര്യൻ കൂടിപ്പോയാൽ ഇനിയൊരു 5 മുതൽ 7 ബില്യൺ വർഷത്തേക്ക് മാത്രമേ ജ്വലിച്ചു നിൽക്കൂ. ഒരു 5 ബില്യൺ കഴിയുമ്പോൾ സൂര്യൻ പിന്നീട് ഉണ്ടെന്നേ ഉള്ളൂ, വലിയ ഊർജ്ജം പുറത്തുവിടലൊന്നും കാണത്തില്ല. അതായത് ഒരു 3, 4, 5 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ സൂര്യനിലുള്ള എനർജി കത്തിത്തീരും. സൂര്യൻ ഒരു ശരാശരി നക്ഷത്രമാണ്. അതിനുശേഷം അതൊരു ചുവന്ന ഭീമനായി വലുതാകാൻ ആരംഭിക്കുകയും ബുധനെയും ശുക്രനെയും ഭൂമിയെയും ഒക്കെ തന്നെ വിഴുങ്ങുന്ന രീതിയിലേക്ക് ഇതിൻ്റെ സൈസ് കൂടുകയും ചെയ്യും. അപ്പോൾ ആൻഡ്രോമീഡയും മിൽക്കി വേയും കൂട്ടിയിടിക്കുന്ന സമയത്ത് സൂര്യൻ ചുവന്ന ഭീമനായി തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ കടലുകളും ഒക്കെ തന്നെ വറ്റി വരണ്ട് അന്തരീക്ഷവും ഒക്കെ നഷ്ടപ്പെട്ട് സാധാരണ ജീവജാലങ്ങൾക്കൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനായിട്ട് ഭൂമി മാറും എന്നുള്ളത് കൊണ്ട് 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം സത്യത്തിൽ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് മനുഷ്യൻ വിറ്റ്നസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിരീക്ഷിക്കുക എന്ന് പറയുന്നത് നിലവിലത്തെ ടെക്നോളജിയിൽ അസാധ്യമാണ്.
പിന്നെ അന്ന് വരെ യുദ്ധങ്ങളും മിസൈൽ ആക്രമണങ്ങളും അനാവശ്യമായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഈഗോയും ഒന്നുമില്ല, ഏലിയൻ ഇൻവേഷനും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സയൻസിൻ്റെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇൻഡസ്ട്രിയൽ സ്പേസിലേക്കൊക്കെ തന്നെ കുടിയേറുകയും ചെയ്താൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഭൂമി, അവിടെ നിന്ന് നോക്കിയിരുന്നു എങ്കിൽ നമുക്ക് ആൻഡ്രോമീഡ മിൽക്കി വേ കൊളിഷൻ കാണാമെന്ന് ഒരുപക്ഷെ നമ്മുടെ 400 കോടി വർഷത്തിന് ശേഷമുള്ള തലമുറ ചിലപ്പോൾ പറയാൻ കഴിയുമായിരിക്കും. അപ്പോൾ ആൻഡ്രോമീഡയും മിൽക്കി വേയും കൊളൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചിത്രം സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും ഒക്കെ സിമുലേഷനുകളായിട്ടും വീഡിയോസുകളുമായിട്ടൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ചിലത് ഞാനിവിടെ കോപ്പിറൈറ്റ് ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. മറ്റു ചിലതൊക്കെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി ഭൂമിയെ നശിപ്പിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ നമുക്കിത് വിറ്റ്നസ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, വലിയ പ്രശ്നങ്ങളില്ലാതെ നക്ഷത്രങ്ങൾക്കിടയിലുള്ള സ്പേസിലേക്കായിരിക്കും ഇടിച്ചു കയറുക. ആൻഡ്രോമീഡയും മിൽക്കി വേയും എത്ര വലുതാണ്, എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 നക്ഷത്രങ്ങൾ തമ്മിൽ എത്രത്തോളം അകലമുണ്ട്. ഈ അകലങ്ങൾക്കിടയിലായിരിക്കും മറ്റുള്ള ഗാലക്സികളുടെ, അപ്പോൾ മിൽക്കി വേയുടെ നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ആൻഡ്രോമീഡയുടെ നക്ഷത്രങ്ങളും പൊടിപടലങ്ങളും വന്ന് കയറുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ പൊടിപടലങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള കംപ്രഷനിൽ പുതിയ പുതിയ സ്റ്റാറുകൾ രൂപപ്പെടുന്നതിനും ചില നക്ഷത്രങ്ങളുടെ പരിക്രമണ പദം, അതായത് സെൻറ്ററിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ ചുറ്റുന്ന ആ പാതയിൽ വ്യതിയാനം വരാനുമൊക്കെ സാധ്യതയുണ്ട്. ഏകദേശം എല്ലാ നക്ഷത്രങ്ങളുടെയും പാതയിൽ കാര്യമായ വ്യതിയാനം വരും. സോളാർ സിസ്റ്റം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റവും ഇപ്പോൾ മിൽക്കി വേയുടെ സെൻറ്ററിൽ നിന്ന് 26,000 പ്രകാശവർഷം അകലെയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരേക്ക് തെറിച്ച് മാറി ഡിസോറിയൻറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഇവയ്ക്ക് രണ്ടിൻ്റെയും കേന്ദ്രത്തിൽ 2 വലിയ ബ്ലാക്ക് ഹോളുകളുണ്ട്. പിന്നെ ഇവരിങ്ങനെ കറങ്ങി ഒരു 17 മില്യൺ വർഷങ്ങളുടെ ഈ മെർജിങ് കഴിയുമ്പോൾ ഇവയുടെ ഊർജ്ജം നഷ്ടപ്പെട്ട് ഈ 2 ബ്ലാക്ക് ഹോളുകളും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് ഒരു വലിയ ബ്ലാക്ക് ഹോളായി മാറാൻ സാധ്യതയുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ഈവൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓർബിറ്റൽ വെലോസിറ്റിയും ഇവയുടെ പരസ്പരം കറങ്ങുന്നത് കൊണ്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ആയിട്ട് പുറത്തോട്ട് പോകുന്നതും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ ഇവയ്ക്ക് ചുറ്റുമുള്ള നക്ഷത്രങ്ങളിലേക്ക് കൂടി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും നക്ഷത്രങ്ങളുടെ പരിക്രമണ പദത്തിൽ വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മിക്കവാറും സംഭവിക്കുക നക്ഷത്രങ്ങൾക്കിടയിലുള്ള സ്പേസിലേക്ക് മറ്റ് നക്ഷത്രങ്ങൾ വന്ന് കയറി കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഓറിയൻറ്റേഷനിൽ ഒരു സർക്കുലാർ ഗാലക്സി, ഒരു എലിപ്റ്റിക്കൽ ഗാലക്സി പുതിയതായിട്ട് ഫോം ചെയ്തുകൊണ്ട് ഒരു മിൽക്ഡ്രോമീഡ, ഞാൻ എൻ്റെ പേര് ഇതുവരെയും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ കൂട്ടിയിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മിൽക്ഡ്രോമീഡ എന്ന് പറയുന്ന, മിൽക്കി വേയും ആൻഡ്രോമീഡയും ചേർന്ന് മിൽക്ഡ്രോമീഡ എന്ന് പറയുന്ന വലിയൊരു ഗാലക്സി ആയിരിക്കും ഫോം ചെയ്യുക എന്നാണ് സയൻറ്റിസ്റ്റുകൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൻഡ്രോമീഡയും മിൽക്കി വേയൊക്കെ ഒരുപാട് നക്ഷത്രങ്ങളെ ഉണ്ടാക്കി ഗ്രീൻ സോണിൽ നിന്ന് മാറി തുടങ്ങുന്ന സമയത്തായിരിക്കും കൂട്ടിയിടി ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും വീണ്ടും നക്ഷത്രങ്ങൾ ജനിക്കാനും ഇതിനേക്കാൾ അധികം കോടി നക്ഷത്രങ്ങളുള്ള വലിയൊരു ഗാലക്സി ആയിട്ട് മാറാനുമാണ് കൂടുതൽ സാധ്യത. ഒരു പക്ഷേ നമ്മുടെ മനുഷ്യൻ നല്ല ബുദ്ധിയോടുകൂടി വിവേകത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രദേശത്തിരുന്നു കൊണ്ട് ഇതിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് അന്ന് നമ്മുടെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു ഈവൻറ്റ് സംഭവിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും കഴിയും. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. രാത്രി കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാർ വാച്ചിങ് ആപ്പുകളുടെ സഹായത്തോടു കൂടി ആൻഡ്രോമീഡ ഗാലക്സിയെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ആക്ച്വലി അത് ഒരുപാട് വലുതാണ്, പക്ഷേ നമുക്ക് വളരെ ഫെയിൻ്റ് ആയിട്ടേ കാണാൻ പറ്റൂ. നമ്മളിപ്പോൾ ആൻഡ്രോമീഡ ഗാലക്സി നോക്കുന്ന സമയത്ത് അത് 25 ലക്ഷം പ്രകാശവർഷം അകലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ കാണുന്ന ഗാലക്സി 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട പ്രകാശം നമ്മുടെ കണ്ണിൽ വന്ന് വീണതിൻ്റെ ഫലമായിട്ട് കാണുന്ന ഗാലക്സിയാണ്. അതായത് നമ്മൾ പാസ്റ്റിലേക്കാണ് നോക്കുന്നത്. 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാലക്സിയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. മനുഷ്യനായിട്ട് പോലും പരിണമിച്ചു തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് പുറപ്പെട്ട നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മൾ കാണുന്നു എന്നർത്ഥം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ